നല്ല നാടൻ കൊഞ്ചുതീയൽ ഉണ്ടാക്കിയാലോ. ഇതിലേക്കായിട്ട് ആദ്യം നമുക്ക് കുറച്ച് തേങ്ങയും 4-5 ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞ ഇഞ്ചിയും ഉണക്ക കുരുമുളക് ഒരു ടീസ്പൂൺ മതിയാവും. പിന്നെ കുറച്ച് കരിവേപ്പില, ഇത്രയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ചെറിയൊരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്തെടുക്കാനായിട്ട്. തേങ്ങയുടെ നിറമൊക്കെ മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും അതിന്റെ പകുതി മല്ലിപ്പൊടിയും വളരെ കുറച്ച് അളവിലുള്ള മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. വളരെ ലോ ഫ്ലെയിമിൽ തന്നെ ഇതൊന്നുകൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളെല്ലാം നന്നായിട്ട് മൂത്ത് വരണം, കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്കും പിന്നെ ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. ഒരു ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ട് പൊട്ടിച്ച് 2 തണ്ട് കറിവേപ്പിലയും വറ്റൽമുളകും പച്ചമുളകും ഒക്കെ കൂടി ചേർത്തിട്ട് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയൊരു തക്കാളിയും തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന 10-15 ചെറിയ ഉള്ളിയും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ആ ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും ഒക്കെ കൂടെ ഇതിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ആ ഒരു കൂട്ട് മിക്സിയുടെ ജാറിലേക്ക് അല്പം മാത്രം വെള്ളം ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്ത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തിളച്ചു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കൊഞ്ച് ചേർത്ത് കൊടുക്കാം. ശേഷം പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു മൂടി കൊണ്ട് അടച്ച് കുറച്ച് സമയം വേകാനായിട്ട് വെക്കാം. ഇതിന് ചുറ്റും 20 മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിലിരുന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ കൊഞ്ചുകറി റെഡി ആയിട്ടുണ്ടാവും. ഇതിനി അടുപ്പിൽ നിന്ന് വാങ്ങിയിട്ട് നമുക്ക് ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒരു മൂടി വെച്ച് കുറച്ച് സമയം ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിരിക്കാം. അപ്പോൾ ആ എണ്ണയൊക്കെ തെളിഞ്ഞിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് സെർവ് ചെയ്യാൻ പാകത്തിലുള്ള കൊഞ്ചുകറി റെഡിയാവും.